നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് മേടക്കൂറിലാണ്. അപ്പോൾ മേടക്കൂറുകാർക്ക് പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് ലഗ്നത്തിൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും എന്ത് സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും. അത് വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല കർമാധിപതി 12-ലാണ്. കർമാധിപതി 12-ലായത് കാരണം കൊണ്ട് വിദേശത്ത് അല്ലെ വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുന്നവർക്ക് വളരെ ഗുണമാണ്. മാത്രമല്ല ഇപ്പം 3-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം 4-ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗുണം തന്നെയാണ്. ഗുരുശുക്ര യോഗമാണ്. അപ്പം നല്ല ദാമ്പത്യ സുഖം അനുഭവിക്കാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ്. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. വീട്ടിലേക്ക് ഇപ്പോൾ വാഹനം വാങ്ങാനോ വീട് മോടി പിടിപ്പിക്കാനോ ഭൂമി വാങ്ങാനോ ഒക്കെ യോഗമുള്ള സമയമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക്. എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗ്നാധിപതി സഹായസ്ഥാനത്ത് വ്യാഴത്തോട് യോഗം ചെയ്ത് ഗുരുശുക്ര യോഗം എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. പക്ഷെ എന്നാൽ പോലും 15-ാം തീയതി വരെ ലഗ്നത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് എടുത്തിയേട്ടം കൂടും, ദേഷ്യം കൂടും, ചിലവ് കുറച്ച് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വീട് വിട്ട് നിൽക്കാനുള്ള യോഗമാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, അതോടെ ജോലിയിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. പക്ഷെ ധനാധിപതിയും 5-ാം ഭാവാധിപതി ഇരിക്കുന്ന ബുധൻ രണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ജോലിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. സാമ്പത്തികമായിട്ടും വലിയൊരു ദോഷമില്ല, അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ പോലും സപ്രീഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി സർവാഭിഷ്ട സ്ഥാനത്തേക്കുന്നതിനും കർമ്മസംബന്ധമായിട്ട് ഗുണമാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ മുടക്കങ്ങൾ ഉണ്ടാകാൻ, നമ്മൾക്ക് കിട്ടേണ്ട വരുമാനത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. പിന്നെ ചെറിയൊരു കാലസർപ്പജ്ഞയോഗത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറച്ചൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തടസ്സം പറയുന്നൊരവസ്ഥയിൽ താഴോട്ട് പോകുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ വരിക. ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. നമ്മൾ സാന്നിധ്യം ചെയ്ത് സഹായ സ്ഥാനത്ത് ശുഭയോഗമുള്ള കാരണം പ്രത്യക്ഷത്തിൽ നല്ല സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്നാലും തന്നിൽ പ്രായം കൂടിയിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെയൊക്കെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഒന്നാമത് ദൈവാധീനക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 3-ലാണ്. 2-ൽ നിന്നിരുന്ന വ്യാഴം ഈ ജനുവരി 1-ാം തീയതി തന്നെ 3-ാം ഭാവത്തിലേക്ക് മാറി. അപ്പോൾ ആ വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്നൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് ചിലവ് വരാതിരിക്കുക. പിന്നെ നാഗപൂജ ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ഈ മാസം വലിയ ദോഷമില്ലാതെ കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. കാലിന് മുട്ടിന് വേദന പോലുള്ള രോഗങ്ങൾക്കും യോഗമുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.